ഒരു അമ്മയ്ക്കും അച്ഛനും ഒരു ദുർദിനമാണ് ഈ ദിവസം. ഇതേ ദിവസമാണ് വയനാട് പൂക്കോട് വെറ്ററിനറി സർവകലാശാല വിദ്യാർത്ഥി ജെ സിദ്ധാർത്ഥനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ക്രൂരമായ റാഗിങ്ങിന് വിധേയമായിട്ടാണ് അദ്ദേഹം മരിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ ക്രൂരമായ അക്രമത്തിനും സിദ്ധാർത്ഥൻ വിധേയനായി എന്നാണ് മാതാപിതാക്കൾ പറയുന്നത്. ഈ മാതാപിതാക്കൾ തിരുവനന്തപുരത്ത് തത്സമയം ചേരുകയാണ്. അമ്മ ശിവയും അച്ഛൻ ജയപ്രകാശും ഈ മകന് നീതി ലഭിക്കാൻ വേണ്ടി അന്നു മുതൽ പോരാട്ടം നടത്തുകയാണ് ഈ അമ്മയും അച്ഛനും. എനിക്കറിയാം നിങ്ങൾക്ക് ഏറ്റവും സങ്കടമുള്ള ദിവസമാണ് ഇന്ന്. അമ്മ പറഞ്ഞത് ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. ഒരു ദിവസം നേരം വെളുക്കുമ്പോൾ പെട്ടെന്ന് രാത്രിയായ പോലൊരു ഫീലിംഗ്, ഒരു അമ്മയുടെ വേദന. പ്രത്യേകിച്ച് നമ്മൾ ജീവിച്ചിരിക്കുക തന്നെ നമ്മുടെ കുട്ടി ഇല്ലാതാകുക. അമ്മയ്ക്ക് ഇപ്പോഴും ഒരു ചിന്തയുണ്ടോ ഈ മകന് നീതി കിട്ടുന്നില്ല? കാര്യം CBI അന്വേഷണം ഏറ്റെടുത്ത് കഴിഞ്ഞു. അമ്മയ്ക്ക് എന്താ അതിനെക്കുറിച്ച് പറയാനുള്ളത്? അതിൻ്റെ ഒരു ശിക്ഷ അല്ലെങ്കിൽ ഒരു വിധി വന്നിട്ടില്ലല്ലോ. അത് നിങ്ങൾക്ക് അനുകൂലമായിരിക്കുമെന്ന് ഉറച്ച വിശ്വാസത്തിലാണ്. അതുവരെ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഞങ്ങളുടെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് തുടക്കം മുതലേ ഒരു നീതിയും കിട്ടിയിട്ടില്ല. ഞങ്ങൾ കോടതി വിധിയെ വിശ്വസിച്ച് നീങ്ങുകയാണ്. അമ്മ പറഞ്ഞോളൂ, ഞാൻ കേൾക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ അന്ന് വിചാരിച്ചു, ഒരു വർഷം ആയിരിക്കുന്നു ഇപ്പോൾ, ഞങ്ങൾ അന്ന് വിചാരിച്ചു ഇനി ഇതുപോലൊന്ന് ഇത്രയും ക്രൂരമായ ഒന്ന് കാണേണ്ടി വരരുത് അല്ലെങ്കിൽ കേൾക്കേണ്ടി വരരുത് എന്ന്. എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെയാണ്. അത്രയും അല്ലെങ്കിൽ പോലും അതേപോലെ കേസുകൾ കണ്ടുകൊണ്ടിരിക്കുന്നു. കോട്ടയത്തെ സംഭവം ഒരു സെക്കൻഡ് പോലും നമുക്ക് കാണാൻ പറ്റുന്നില്ല. അതിനേക്കാൾ എത്രയോ അപ്പുറത്തായിരുന്നു, അതിനേക്കാൾ എത്രയോ വലുതായിരുന്നു പൂക്കോട് വെറ്റിനറി കോളേജിലെ അലർച്ച. അത് 3 ദിവസം ആരും കേട്ടിട്ടില്ല, കോളേജിലുള്ള ആരും കേട്ടിട്ടില്ല. അവിടെ വാർഡനോ അസിസ്റ്റന്റ് വാർഡനോ ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത്. കേട്ടുകൊണ്ട് നിന്നവരും കണ്ടുകൊണ്ട് വന്നവരും ആർക്കും ഇപ്പോൾ നാക്കില്ല. അമ്മ, ഏറ്റവും നമുക്ക് സങ്കടകരമായി തോന്നിയത് ഈ അക്രമത്തിനൊക്കെ നേതൃത്വം കൊടുത്ത ആളുകളെ പേടിച്ചിട്ടാണോ എന്നറിയില്ല. അവരുടെ പല വിദ്യാർത്ഥികളും ഈ സംഭവങ്ങളൊന്നും അറിഞ്ഞതായി ഭാവിക്കുന്നില്ല. ഉന്നത അധികാരികൾ കണ്ടില്ലെന്ന് നടിക്കുന്നു. മാത്രമല്ല ഇവർക്കൊക്കെ സംരക്ഷണവും കിട്ടുന്നു എന്നുള്ളതാണ് കാര്യം. കുറ്റവാളികളെന്ന് നമ്മൾ കരുതുന്ന ആളുകൾക്ക് തന്നെ പിന്നീട് സംരക്ഷണം കൊടുക്കുന്നു. അത്തരം സംരക്ഷണം കൊടുക്കുന്ന കരുത്തിലാണ് പിന്നെയും കോട്ടയം ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിൽ ഉണ്ടായതുപോലെയുള്ള സംഭവങ്ങൾ. ഇപ്പോൾ ഏറ്റവും അവസാനം കാര്യവട്ടം ഗവൺമെൻറ് കോളേജിലും ഇതേ സംഭവം ആവർത്തിച്ചിരിക്കുന്നു. കുട്ടികളെ മൃഗീയമായ റാഗിങ്ങിനും അക്രമത്തിനും വിധേയമാക്കുന്ന ക്രിമിനലുകൾ ക്യാമ്പസുകളിൽ വളരുന്നു. അതെ, ആൻറ്റി റാഗിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ 3 വർഷത്തെ ഡീബാർ ചെയ്ത കുട്ടികളാണ് ഇപ്പോൾ എക്സാം എഴുതിയതും തിരികെ കോളേജിലോട്ട് കയറിയതും. 1 വർഷം ആയിട്ടില്ല. അത് ഞങ്ങൾ സ്റ്റേ ചെയ്തതാണ്. അപ്പോൾ അതിന് അവരെ കൊണ്ടെത്തിച്ചു, അല്ലെങ്കിൽ അത്രയും ധൈര്യവും അവർക്ക് കൊടുത്തു. 1 വർഷം കൊണ്ട് ഒരു കൊല ചെയ്താൽ പോലും നമുക്ക് തിരികെ കയറി പഠിച്ച് കോളേജിൽ കയറാം എന്നുള്ള ധൈര്യമാണ് നമ്മൾ ഈ കാണുന്നതെല്ലാം. ഇതൊന്നും ഇപ്പം നടന്ന ഒന്നും 1 ദിവസം കൊണ്ട് നടന്നതല്ല, അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ടല്ല. 8 മാസം, 4 മാസം, 3 മാസം അങ്ങനെയാണ്. അപ്പോൾ ഈ കുട്ടികൾ അത്രയും അനുഭവിച്ചിട്ടും പറഞ്ഞിട്ടില്ല. അവിടെയുള്ള അധികാരികളെടുത്തോ അധ്യാപകരെടുത്തോ പറഞ്ഞിട്ടില്ല. അത്രയും പേടിയാണ് അവർക്ക്. അപ്പോൾ ഈ കഴിഞ്ഞ ഒരു കൊല്ലത്തിനിടയിൽ ഈ പൂക്കോട് വെറ്ററിനറി കോളേജിലെ നേതാക്കന്മാരോ അല്ലെങ്കിൽ ഭാരവാഹികളോ ഭരണാധികാരികളോ ആരെങ്കിലും നിങ്ങളെ തേടി വീട്ടിലെത്തിയിട്ടുണ്ടോ? ഒരു കുട്ടി പോലും അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾ പോലും ഞങ്ങൾ വിളിച്ചിട്ടില്ല. ആ സമയത്ത് 1-2 കോളേജ് വന്നിട്ടുണ്ട്. ഞങ്ങൾക്കിതറിയാം, ഞങ്ങളിത് പറയുന്നു എന്ന് പറഞ്ഞിട്ട്. അവർ പോലും ഇപ്പോൾ കോണ്ടാക്ട് ചെയ്യുന്നില്ല. അവർ പേടിച്ച് പോയി കാണും. എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. ഒരാഴ്ചക്കകം ഞങ്ങൾക്ക് കുറച്ച് കോളുകൾ വന്നിരുന്നു. അമ്മയുടെ വേദനയുടെ ആഴം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അച്ഛൻ, യഥാർത്ഥത്തിൽ ഈ മരണത്തിൽ സിദ്ധാർത്ഥന് നീതി ലഭിക്കാൻ വേണ്ടി അങ്ങ് പോരാട്ടം തുടങ്ങിയിട്ട് ഇപ്പം 1 വർഷമാകുന്നു. അപ്പോൾ ഇപ്പോൾ അങ്ങയുടെ ഒരു പ്രതീക്ഷ എങ്ങനെയാണ്?
ഞാനിപ്പോഴും പ്രതീക്ഷിക്കുന്നു അതിൻ്റെ ഒരു നീതി നമുക്ക് കിട്ടുമെന്ന്. അപ്പോൾ പലരും ചോദിച്ചു കുറ്റപത്രത്തിൻ്റെ കാര്യവും അതിൻ്റെ അന്വേഷണത്തിൻ്റെ കാര്യവും. പറയും കുറ്റപത്രം അന്വേഷണം CBI രീതി സെൻട്രൽ ഏജൻസിയാണ്, അവരന്വേഷിക്കട്ടെ. അവരന്വേഷിച്ച് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോഴും അന്വേഷണം നടക്കണമെന്ന് പറഞ്ഞു. ഏതായാലും ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്ന് നമുക്ക് ഈ കുറ്റവാളികൾ എന്ന് പറഞ്ഞാൽ കൊലപാതകികൾക്ക് കൊടുക്കുന്ന ശിക്ഷ എന്താണ്, അതിൻ്റെ മാക്സിമം ശിക്ഷ, മാതൃകാപരമായ ഒരു ശിക്ഷ ബഹുമാനപ്പെട്ട കോടതി കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ മാത്രം ഞാൻ പറയും നമുക്ക് നീതി കിട്ടിയത്. അതുവരേക്കും നമ്മൾ നീതിക്ക് വേണ്ടി പോരാടും. അപ്പോൾ ഇപ്പോൾ പറയുന്ന നീതി ലഭിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഈ ഘട്ടത്തിൽ ഞാൻ പറയുന്നില്ല. കാര്യം കോടതിയിലെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു കേസാണ്. അപ്പോൾ ഒരിക്കലും ഞാൻ അതിനെക്കുറിച്ച് ആധികാരികമായിട്ടൊരു അഭിപ്രായം പറയുന്നത് ശരിയല്ല. പക്ഷേ ഈ ഒരു ശിക്ഷ അവർക്ക് കിട്ടിയാൽ മാത്രം ഞാൻ പറയും അത് നമുക്ക് തൃപ്തിയായി, അല്ലെങ്കിൽ സന്തോഷമാണ്, ഒരിക്കലും ഒരു നല്ല രീതിയിൽ അവർ ആ പക്ഷഭേദമില്ലാത്തൊരു ശിക്ഷ കിട്ടി എന്ന് പറയും. അതല്ല മറിച്ചാണെങ്കിൽ വീണ്ടും ആ നീതിക്ക് വേണ്ടി ഞാൻ പോരാടും. ഞാൻ ആരെയും കുറ്റം പറയില്ല, ആരെയും എതിർക്കില്ല, ഞാൻ ആരെയും ഒന്നും പറയില്ല. പക്ഷേ നീതിക്ക് വേണ്ടി ഞാൻ വീണ്ടും പോരാടും. കാര്യമെന്ന് പറഞ്ഞാൽ എനിക്ക് 100% ഉറപ്പുണ്ട് ഇതൊരു ആത്മഹത്യ അല്ല എന്ന്. കുറ്റപത്രത്തിലും എല്ലാത്തിലും പറയുന്നുണ്ട് തൂങ്ങി മരണം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതെ, തൂങ്ങി മരണം പല രീതിയിലും തൂങ്ങി മരിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആത്മഹത്യയാണെന്ന് ഒരിടത്തും ആരും പറഞ്ഞിട്ടില്ല. എനിക്ക് ഉറപ്പുണ്ട് അതല്ല. അല്ല, ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എടുത്ത് വായിച്ച് നോക്കിയാൽ ഒരു കൊച്ചു കുട്ടിക്ക് വരെ ഇംഗ്ലീഷ് അറിയാം, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനുള്ള ഒരു കഴിവുള്ള ഒരാൾക്കാണെങ്കിൽ അതെടുത്ത് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആരും പറയില്ല, എഴിച്ചു നിൽക്കാൻ പോലും പറ്റില്ല അങ്ങനെയുള്ളൊരു മനുഷ്യന് ആ റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീണ്ടും പറയുന്നത് ഇതൊരു തൂങ്ങി മരണമല്ല, ആത്മഹത്യയല്ല, കൊലപാതകം തന്നെയാണ്. ഏത് ഏജൻസി അല്ലെങ്കിൽ ഏത് കോടതി വിധിച്ചാലും മറിച്ചാണെങ്കിൽ വിളിച്ചാലും ഞാൻ പിന്നെ വിജയത്തിന് വേണ്ടി വീണ്ടും പോകും. ഞാനതിൽ ആരെയും കുറ്റം പറയില്ല, ആരെയും വിമർശിക്കില്ല. ചെയ്തത് ആണ്, അത് അവരുടെ ജോലി അവർ ചെയ്തിട്ട് പോയി. എൻ്റെ ജോലി ഞാനും ചെയ്യും, വീണ്ടും ഇതിനെതിരെ പോരാടും. എന്തായാലും അങ്ങ് അച്ഛനും അമ്മ ഈ പോരാട്ടം തുടരുക. കാരണം സിദ്ധാർത്ഥന് വേണ്ടി മാത്രമല്ല, ഇനി പുതിയ സിദ്ധാർത്ഥന്മാർ ഈ മണ്ണിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ പോരാടണം. കാരണം ഇത്തരം മരണങ്ങൾ, ദുരൂഹമായ മരണങ്ങൾ, കൊലപാതകങ്ങൾ ക്യാമ്പസുകളിൽ ഉണ്ടാകാൻ പാടില്ല. ഓക്കെ, വളരെ നന്ദി. താങ്കൾ നമുക്കൊപ്പം ചേർന്നതിന്. നിങ്ങൾക്ക് എന്ത് ആശ്വാസവാക്കുകൾ പറഞ്ഞാലും, ആരൊക്കെ ഈ മരണം വിസ്മൃതിയിലേക്ക് മാറ്റിയാലും ഒരിക്കലും മറക്കാൻ പറ്റാത്ത രണ്ടുപേരാണ് നിങ്ങൾ. കാര്യം സ്വന്തം മകൻ കൺമുന്നിൽ മരിച്ചു. എനിക്ക് മനസ്സിലാകുന്നു. ഒരുപക്ഷെ ഈ അച്ഛനും അമ്മയും വാർക്കുന്ന കണ്ണുനീർ മനസ്സിലാകുന്നുണ്ടോ ഈ ക്യാമ്പസിൽ പഠിക്കുന്ന കുട്ടികൾക്കെന്ന് എനിക്ക് ഇപ്പോഴും സംശയമുണ്ട്. ഓരോ അച്ഛനും അമ്മയും എത്ര പ്രതീക്ഷയോടെയാണ് കുട്ടികളെ പള്ളിക്കൂടത്തിലേക്കൊക്കെ പറഞ്ഞയക്കുന്നത്. അവർ മൃതദേഹമായി മടങ്ങി വരുന്ന സാഹചര്യം ക്യാമ്പസിലുണ്ടെങ്കിൽ എന്തിനാണ് ക്യാമ്പസ് തുറന്നു വയ്ക്കുന്നത് എന്നൊരു ചോദ്യം ബാക്കിയാകുന്നില്ലേ? മാത്രമല്ല, കുട്ടികളെ ഭീഷണിപ്പെടുത്തുകയും സാക്ഷികൾ കോടതികളിൽ ചെല്ലുമ്പോൾ ഇല്ലാതാവുകയും ചെയ്യുകയും കേസിൽ അകപ്പെട്ടു പോയ പ്രതികൾ രക്ഷപ്പെടുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ TP ചന്ദ്രശേഖരൻ വധക്കേസ് പോലെയുള്ള വധക്കേസിന് നേതൃത്വം നൽകിയ ആളുകൾ പിന്നീട് നേതാക്കന്മാരുടെ മുന്നിൽ തലകുനിച്ച് നിൽക്കുന്ന അവസ്ഥ. കാര്യം ഇങ്ങനെയുള്ള കൊലപാതകികളെ സംരക്ഷിക്കാൻ നേതൃത്വം തയ്യാറാകുമ്പോൾ അവരും ഈ തലമുറയോട് തലകുനിച്ച് നിൽക്കേണ്ട അവസ്ഥയുണ്ട്. ഇതിനൊക്കെ ഒരു മാറ്റം വരണം. നമ്മൾ തന്നെയാണ് കാരണക്കാർ. ഇങ്ങനെയുള്ള ആളുകൾ ഓരോ 5 കൊല്ലം കൂടുമ്പോഴും തെരഞ്ഞെടുപ്പ് സമയത്ത് വരുമ്പോൾ നമ്മൾ ഇരു കൈകളും നീട്ടി എല്ലാം മറന്ന് സ്വീകരിക്കും. ഇങ്ങനെയുള്ള ആളുകളെ തങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് സപ്പോർട്ട് ചെയ്യില്ല എന്ന് ഈ അമ്മമാർ തീരുമാനിച്ചാൽ മതി, ഇവരൊക്കെ നേരെയായിക്കോളൂ. ഇവരെ നേരെയാക്കാൻ ആ വഴി മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഇവർക്ക് രാഷ്ട്രീയവും കക്ഷി രാഷ്ട്രീയവും അണികളും ഒക്കെ തന്നെയാണ്. ഇവരുടെ രാഷ്ട്രീയ ഭാവിയും കസേരയും ഒക്കെ തന്നെയായിരിക്കും വലുത്. മനുഷ്യൻ മരിച്ചു വീഴുന്നതൊക്കെ ഇവരുടെ അവസാനത്തെ പരിഗണനയാകും.